നോട്ടുകൾ ഉണ്ടാക്കുക, സ്ലിങ്ങുകളുടെ ശരിയായ ലോഡിംഗ്, പാർട്ടുകളുടെ ശരിയായതും സുരക്ഷിതവുമായ നീക്കം ചെയ്യൽ എന്നിവയുടെ പരിശീലന സെഷന്റെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. മാനില റോപ്പ് ഉപയോഗിച്ച് മെറ്റീരിയൽ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 തരം നോട്ടുകൾ കെട്ടുക. റോപ്പുകൾ ഉപയോഗിക്കുന്നതിനുള്ള ജനറൽ ഇൻസ്പെക്ഷൻ പോയിന്റുകൾ പ്രസ്താവിക്കുക. റോപ്പിന്റെ അറ്റങ്ങൾ കെട്ടാൻ ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും. മാനില റോപ്പ്, വയർ റോപ്പ്. 2ാം ഭാഗത്തിൽ മെറ്റീരിയൽ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 തരം നോട്ടുകൾ എങ്ങനെ കെട്ടാമെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം സ്ലൈങ്ങിനായി സ്ക്വയർ അല്ലെങ്കിൽ റീഫ് നോട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരേ ഡയമീറ്ററുള്ള 2 മാനില, കോട്ടൺ അല്ലെങ്കിൽ പോളിപ്രൊപ്പലീൻ റോപ്പുകൾ എടുക്കുക. റോപ്പുകളുടെ എൻഡിൽ ഒന്നിനു പുറകെ ഒന്നായി കടത്തി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളയ്ക്കുക. സമാനമായ രീതിയിൽ ബെൻഡ് എൻഡുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് ചേർക്കുക. സ്ക്വയർ അല്ലെങ്കിൽ റീഫ് നോട്ട് ലഭിക്കാൻ എൻഡുകൾ ദൃഢമായി വലിക്കുക. അടുത്തതായി ഒരു ബൗളിൻ നോട്ട് തയ്യാറാക്കാൻ നമുക്ക് പഠിക്കാം. റോപ്പിന്റെ എ എൻഡ് ഇടത് കൈകൊണ്ട് പിടിക്കുക. അതിനുശേഷം ബി എൻഡ് വഴി ഒരു ബൈറ്റും ഒരു ലൂപ്പും രൂപപ്പെടുത്തുക. എൻഡ് എ വലത് കൈകൊണ്ടും എൻഡ് ബി ഇടത് കൈകൊണ്ടും ടേണും ഹോൾഡും ചെയ്യുക. ഇപ്പോൾ ബി എൻഡിൽ രൂപപ്പെട്ട ലൂപ്പിലൂടെ പോപ്പിന്റെ എ എൻഡ് പാസ് ചെയ്യുകയും ഒരു ബൗളിൻ നോട്ട് രൂപപ്പെടുത്തുന്നതിന് അതിനെ മുറുക്കെ വലിക്കുകയും ചെയ്യുക. നോട്ട് സ്നഗും സെക്യൂറുമാണെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ക്ലോവ് ഹിച്ച് നോട്ട് നമുക്ക് പഠിക്കാം. റോപ്പ് എക്രോസ് വേ പിടിക്കുക. ആദ്യം കൈ ഉപയോഗിച്ച് കറക്കി റോപ്പിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അതിനുശേഷം ലൂപ്പുകൾ പോസ്റ്റിന് ചുറ്റുമായി പരസ്പരം കൂട്ടിച്ചേർക്കുക. അവസാനം ഒരു ക്ലോവ് ഹിച്ച് ഉണ്ടാക്കാൻ പോസ്റ്റിൽ ഫാസ്റ്റൻ ചെയ്യുക. അടുത്തതായി നമുക്ക് ഷീപ്പ് ഷാങ്ക് നോട്ട് പഠിക്കാം. റോപ്പ് 2 കൈകൊണ്ടും പിടിച്ച് റോപ്പിന്റെ 1 എൻഡിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കുക. തുടർന്ന് ആരോസ് നിർദ്ദേശിച്ച പ്രകാരം റോപ്പിന്റെ ടോപ്പ് എൻഡിലുള്ള ഫോമർ ലൂപ്പിന് ചുറ്റും ഒരു റിവേഴ്സ് ലൂപ്പ് ഉണ്ടാക്കുക. അന്തിമ രൂപീകരണത്തിലേക്ക് നീങ്ങാൻ റോപ്പ് ടേൺ അറൗണ്ട് ചെയ്യുക. ഷീപ്പ് ഷാങ്ക് നോട്ട് പൂർത്തിയാക്കാൻ
മുകളിലും താഴെയുമുള്ള എൻഡുകൾ ലൂപ്പുകളിലൂടെ റോപ്പിന്റെ എൻഡുകൾ ടേൺ ചെയ്യുക. ഇനി നമുക്ക് ഡബിൾ ഹിച്ച് നോട്ട് കെട്ടാൻ പഠിക്കാം. ഒരു പോസ്റ്റിന് ചുറ്റും റോപ്പിന്റെ എ എൻഡ് കടത്തുക. റോപ്പ് നിൽക്കുന്ന ഭാഗത്തിന് താഴെയായി എ എൻഡ് കൊണ്ടുവരിക. എൻഡ് മുകളിലേക്ക് കൊണ്ടുവരികയും രൂപപ്പെട്ട ലൂപ്പിന്റെ ഐയിലൂടെ കടത്തിവിടുക. ഹാഫ് ഹിച്ച് പൂർത്തിയാക്കാൻ ഇത് ടൈറ്റായി വെക്കുക. സ്റ്റാൻഡിംഗ് പാർട്ടിന് കീഴിൽ റോപ്പിന്റെ എ എൻഡ് വീണ്ടും എടുക്കുക. പിന്നെ മറ്റൊരു ഹാഫ് ഹിച്ച് കെട്ടി ടൈറ്റായി വെക്കുക. ഇനി നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് കെട്ടാൻ പഠിക്കാം. ഒരു റോപ്പിന്റെ മറ്റേ ബൈറ്റ് എടുക്കുക. ടാഗ് ആൻഡ് ബൈറ്റിന് ചുറ്റും പൊതിയുക. ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാനായി ഒരിക്കൽ കൂടി റാപ്പ് ചെയ്യുക. അതിനുശേഷം ലൂപ്പിലൂടെ കൈ കടത്തിപ്പിടിച്ച് കയറിന്റെ എൻഡ് പിടിച്ച് വലിച്ച് ടൈറ്റൻ ചെയ്ത് സ്ലിപ്പ് നോട്ട് തയ്യാറാക്കാവുന്നതാണ്. റോപ്പുകൾ ഉപയോഗിക്കുന്നതിനുള്ള പൊതുനിർദ്ദേശ പോയിന്റുകൾ ഇതാണ്. കേടുപാടുകൾ ഉണ്ടോ എന്നറിയാൻ റോപ്പുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ഉറപ്പാക്കുക. സർഫേസിന്റെ പരിശോധനയിൽ പൊട്ടിയതോ ജീർണിച്ചതോ ആയ സ്ട്രാൻഡുകൾ കണ്ടെത്തും. ഇന്റീരിയർ പരിശോധനയ്ക്കായി റോപ്പ് സ്പൺ ചെയ്ത് രീതിക്ക് വിപരീത ദിശയിൽ ട്വിസ്റ്റ് ചെയ്യുക. ഷാർപ്പ് അരികുള്ള റോപ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ സ്ലിങ്ങും ലോഡിന്റെ അരികുകളും സംരക്ഷിക്കാൻ പാക്കർ, വുഡൻ ബ്ലോക്സ് തുടങ്ങിയ സോഫ്റ്റ് പാഡുകൾ ഉപയോഗിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. സ്ക്വയർ അല്ലെങ്കിൽ റീഫ് നോട്ട്, ബൗലൈൻ നോട്ട്, ക്ലോവ് ഹിച്ച് നോട്ട് എന്നിവ പരിശീലിക്കുന്നതിനുള്ള നടപടിക്രമം. ഷീപ്പ് ഷാങ്ക് നോട്ട്, ഡബിൾ ഹിച്ച് നോട്ട്, സ്ലിപ്പ് നോട്ട് എന്നിവ പരിശീലിക്കുന്നതിനുള്ള നടപടിക്രമം. ഇതോടെ നമ്മൾ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിവിധ നോട്ടുകൾ പരിശീലിക്കുന്നതിനെ കുറിച്ചും സ്ലിങ്ങുകളുടെ ശരിയായ ലോഡിങ്ങും പാർട്ടുകൾ കറക്റ്റായും സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള ഭാഗം 2 നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.